Hey guys, welcome back to my channel. Today we are checking out the brand new Xiaomi Pad 7 and ഒരു ഐപാഡൊക്കെ താങ്ങാൻ പറ്റാത്തവർക്ക് വേണമെങ്കിൽ ഓപ്ഷനിലായിട്ട് കരുതാൻ പറ്റുന്ന ഒരു ടാബ്ലറ്റ് ആണ്. കാരണം ഇതിൽ സ്റ്റൈലസിൻ്റെ സപ്പോർട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ കീബോർഡ് ആഡ് ചെയ്യാൻ പറ്റും, മാഗ്നറ്റിലി അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കീബോർഡ് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. സോ വിതൗട്ട് വേസ്റ്റിംഗ് മിസ് ടൈം ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം തന്നെ നമ്മുടെ Xiaomi Pad 7 ബോക്സ് അൺബോക്സ് ചെയ്യാൻ നമുക്ക് ടാബ് കാണാൻ പറ്റും. ആദ്യം തന്നെ ടാബിനെ പറ്റി പറയുവാണെങ്കിൽ വളരെ പ്രീമിയം ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഇതൊരു അലൂമിനിയം ബോഡി ബിൽഡാണ്. സ്റ്റൈലസിൻ്റെ മാഗ്നറ്റും അതുപോലെ കീബോർഡ് അറ്റാച്ച് ചെയ്യുന്ന മാഗ്നറ്റും കാര്യങ്ങളൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബോക്സിൻ്റെ അകത്ത് നമുക്കൊരു 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചാർജർ വരുന്നത് USB A to C ആണ്. ഇനിയും നമുക്ക് നമ്മുടെ സ്റ്റൈലസ് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഈ ടാബിൻ്റെ കൂടെ അവർ സ്റ്റൈലസോ കീബോർഡോ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആണ് മേടിക്കേണ്ടത്. നമ്മൾ സ്റ്റൈലസിൻ്റെ ഇത് തുറക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഡിസൈൻഡ് ബൈ Xiaomi എന്ന് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ നമ്മുടെ സ്റ്റൈലസ് ഇരിക്കുന്നതും കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഡിസ്പ്ലേയിൽ സംസാരിക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത് 11.2 ഇഞ്ചാണ്. അതുപോലെ 3.2K റെസൊല്യൂഷൻ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. സ്മൂത്ത് 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ടും ഉണ്ട്. ഇനി ഡിസ്പ്ലേയിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നാനോ ടെക്സ്റ്റഡ് ഡിസ്പ്ലേ. ഒരു മാറ്റ് ഫിനിഷ് മീൻസ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും ബാക്ക്ഗ്രൗണ്ടിലുള്ള ഗ്ലെയറും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് നമുക്കല്ലേ. സോ ഇതിൽ ആ ഒരു പ്രശ്നമില്ല. വളരെ ചുരുക്കി പറയുവാണെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഷാഡോസും കാര്യങ്ങളൊന്നും ഈ ഡിസ്പ്ലേയിൽ വരില്ല. സോ കുറച്ചുകൂടി സിമ്പിളറായിട്ട് നമുക്ക് ഡിസ്പ്ലേ വിസിബിൾ ആണ്. ആൻഡ് ഇൻസൈഡ് ദിസ് ടാബ്ലറ്റ് Xiaomi പ്രൊവൈഡ് Snapdragon 7S Gen 3 സ്മൂത്ത് പെർഫോമൻസ് മീൻസ് അത്യാവശ്യം ഗെയിമിങ്ങും മൾട്ടി ടാസ്കിങ് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടന്നു പോകും. ആൻഡ് ഇതിന് ക്വാഡ് സ്പീക്കർ സെറ്റപ്പാണ് Xiaomi കൊടുത്തിരിക്കുന്നത് വിത്ത് ഡോൾബി അറ്റ്മോസ്. മ്യൂസിക്കും മൂവീസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയോടെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓവറോൾ പെർഫോമൻസ് ഈ സ്മൂത്ത്. ഈ ഒരു ബഡ്ജറ്റിന് ഇത് വേർത്താണ്. അതുപോലെ തന്നെ AI ഫീച്ചേഴ്സും Xiaomi ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒബ്ജക്റ്റ് റിമൂവലായാലും അത്യാവശ്യം AI കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ക്യാമറ ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. മീൻസ് ഒരു 13 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഗുഡ് ഇനഫ് ഫോർ വീഡിയോ കോൾസ്, സ്കാനിങ് നോട്ട്സ്, ക്വിക്ക് പിക്ചേഴ്സ്. ഒരു ഡേ ടു ഡേ ലൈഫിന് ഇറ്റ്സ് ഓക്കെ. ബട്ട് വലിയൊരു ഫോട്ടോഗ്രാഫി ആരും ടാബ് കൊണ്ട് ഫോട്ടോ എടുക്കുന്നതിൻ്റെ എൻ്റെ അറിവില്ല. ആ ഒരു ക്വാളിറ്റി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ഇതെൻ്റെ ഒരു ഫ്രണ്ട് മേടിച്ച ടാബാണ്. അവൻ ഡ്രോയിങ്, ഗ്രാഫിക് ഡിസൈനിങ്, ലോഗോ ഡിസൈനിങ് ആ ഒരു ഫീൽഡിലാണ് അവൻ പഠിക്കുന്നത്. സോ അവൻ അതിനുവേണ്ടി മീൻസ് ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് സ്റ്റൈലസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടാബ് വളരെ കുറവാണ്. സോ ബെസ്റ്റ് സ്യൂട്ടബിൾ ടാബ് ഇതാണെന്ന് അവന് തോന്നിയോണ്ട് മേടിച്ചതാണ്. ഇനിയും നമുക്കിതിൻ്റെ പ്രൈസിങ്ങിലോട്ട് വരാം. നമ്മുടെ ടാബിൻ്റെ പ്രൈസ് വരുന്നത് 33,000 ആണ്. അതുപോലെ തന്നെ സ്റ്റൈലസിൻ്റെ പ്രൈസ് വരുന്നത് 6,000ഉം കീബോർഡിൻ്റെ പ്രൈസ് വരുന്നത് 6,000, അറൗണ്ട് 6,000 ആണ്. 5,000 സംതിങ് ആണ് കീബോർഡിൻ്റെ പ്രൈസ് വരുന്നത്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.